ഇന്ന് പഠിക്കാൻ പോകുന്നത് ജെറണ്ട് എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് ജെറണ്ട്? ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരം എഴുതാം? അപ്പൊ ജെറണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജെറണ്ട് എന്ന് പറയുന്നത്. സ്കൂൾ ടെക്സ്റ്റുകളിലെല്ലാം ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വരും പരീക്ഷകളിൽ ജെറണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമുക്ക് ജെറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും എങ്ങനെ ഉത്തരമെത്തിക്കാം. കുട്ടികളെ, ജെറണ്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ്. ഡാഷ് വന്നിട്ട് ഫില്ലപ്പ് ചെയ്യുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. രണ്ടെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, തെറ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ തെറ്റായിട്ടുള്ള ഭാഗം ഏതാണ്, അങ്ങനെയുള്ള എറർ പാർട്ട് കണ്ടെത്തുക, എങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. മൂന്നാമത്തത് താഴെ 4 സെന്റൻസുകൾ തന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് എന്ത് ചെയ്യുന്നു, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, എന്താണ് ഈ ജെറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക, വെർബിന്റെ V1 രൂപത്തിനോടൊപ്പം എന്ത് ചേർത്താൽ, വെർബിന്റെ V1 രൂപത്തിനോടൊപ്പം ing ചേർത്താൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട് എന്ന് പറയുന്നത്. വെർബിന്റെ V1നോടൊപ്പം ing ചേർത്ത് പറയുന്ന രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ജെറണ്ട്. നോക്കിയേ, V1 രൂപത്തിനോടൊപ്പം ing ചേരുമ്പം ജെറണ്ട് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാറുണ്ട്. എന്തൊക്കെ പറയാറുണ്ട്? ജെറണ്ട് എന്നും പറയാറുണ്ട്, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാറുണ്ട്. ഇപ്പൊ 2 പേരുകൾ നമ്മൾ പഠിച്ചു. എന്തെന്നൊക്കെ പഠിച്ചു? ing വരുന്ന വാക്കുകളെ ജെറണ്ട് എന്നും പറയും, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും. ഇപ്പൊ സ്മോക്ക് എന്ന് പറയുന്ന വെർബിനോടൊപ്പം ing ചേർത്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? സ്മോക്കിംഗ് എന്ന് കിട്ടി. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്ന വാക്കിനെ എന്തൊക്കെ വിളിക്കാം? ജെറണ്ട് എന്ന് വിളിക്കാം, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും വിളിക്കാം. ജെറണ്ട് എന്ന് വിളിക്കാം, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും വിളിക്കാം. മനസ്സിലായല്ലോ? ഇനി നോക്കി, ഇനി വ്യത്യാസം. ഈ ജെറണ്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഗ്രാമർ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്രാമർ റൂളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ജെറണ്ട് കാഴ്ചയിൽ രണ്ടും ing രൂപങ്ങളാണെങ്കിലും ഇവയുടെ യൂസേജ്, സെന്റൻസുകളില് ഇവയുടെ ഉപയോഗം വ്യത്യാസമാണ്. അതാണ് പരീക്ഷയ്ക്ക് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്താണ് ഈ ജെറണ്ട്, എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ എന്താണ് ജെറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, ing വരുന്ന വാക്കുകളെ ഒരു നൗൺ ആയിട്ട് ഉപയോഗിച്ചാൽ, ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട്. അപ്പൊ നമ്മൾ ക്രിയാനാമങ്ങൾ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ing വരുന്ന വാക്കുകളെ ഒരു നൗണ്, ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുന്നു, നാമമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട്. സാധാരണ സെന്റൻസുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാമം എവിടെയാണ് വരുന്നത്? സെന്റൻസിന്റെ തുടക്ക ഭാഗത്ത് ആണ് നാമം വരുന്നത്. നമ്മളിപ്പോ ഒരു സെന്റൻസ് എഴുതുന്നു, നോക്കി, he writes a letter. നോക്കി, ഇങ്ങനെ എഴുതുന്ന സെന്റൻസ് he, അതുപോലെ writes a letter, എന്ന് പറയുന്ന ഈ സെന്റൻസില് he എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, റൈറ്റ്സ് എന്ന് പറയുന്നത് വെർബ് ആണ്, a letter എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സാധാരണ സെന്റൻസിൽ സബ്ജക്റ്റുകൾ എവിടെയാണ് വരുന്നത്? സെന്റൻസിന്റെ തുടക്ക ഭാഗത്തില്. അപ്പൊ സെന്റൻസിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു നൗൺ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ജെറണ്ട് എന്ന് പറയാം. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കി, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്ന വേർഡ് സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്നില്ല, അതൊരു നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ജെറണ്ട് എന്ന് വിളിക്കാം. ഇനി എന്താണ് ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് ചോദിച്ചാൽ പറഞ്ഞോണം, ing വരുന്ന വാക്കുകളെ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ing വരുന്ന വാക്കുകളെ ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതായത് സാധാരണ ഓക്സിലറി വെർബുകൾ കഴിഞ്ഞിട്ട് ഒരു ing വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ വെർബുകൾ എന്നാണ് പറയുന്നത്, എങ്കിൽ അതിന് നമുക്ക് പറയുന്ന പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പൊ ing വരുന്ന വാക്കുകളെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിന് പറയുന്ന പേര് ജെറണ്ട്,
ING വരുന്ന വാക്കുകളെ ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ജെറണ്ടിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയേ, ഇനി നമുക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ജെറണ്ട് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. തന്നിരിക്കുന്ന സെന്റൻസിലെ ജെറണ്ട് ഏതാണ്, അങ്ങനെ ഒരു ചോദ്യവും വരാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ജെറണ്ട് കണ്ടെത്താം? നമുക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ING വരുന്ന വാക്ക് എല്ലാം എന്തല്ല, ജെറണ്ട് അല്ല എന്ന് മനസ്സിലായി. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം, വെർബ് എന്നും പറയാം, രണ്ടും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ നമുക്ക് ജെറണ്ട് കണ്ടെത്താം അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫൈൻഡിങ് ജെറണ്ട്, ജെറണ്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികളെ നോക്കിയേ, ആക്ട് ആസ് എ, ഒന്നാമത്തെ രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ ജെറണ്ട് കണ്ടെത്തുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. ഒരു സെന്റൻസില് സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നാൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട്. അതാണ് ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസില് സബ്ജക്റ്റിന്റെയോ അല്ല എങ്കിൽ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. ഇനി എങ്ങനെ സബ്ജക്റ്റിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്താം? ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ്, ഒരു സെന്റൻസിന്റെ എവിടെ, തുടക്ക ഭാഗത്തിലാണ് ING വാക്ക് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സബ്ജക്റ്റ് എന്ന് പറയാം. എങ്കിൽ അതിനെ നമുക്ക് ING വാക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. ഇനി ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റിനെ എങ്ങനെ കണ്ടെത്താം? ഒബ്ജക്റ്റ് ഏതൊരു സെന്റൻസിലും വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്. അതൊരു ING വാക്കാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് ING വരുന്നതെങ്കിൽ അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണെന്ന് പറയാം, അതിനെ ജെറണ്ട് എന്ന് വിളിക്കാം. ഇനി ഒരു സെന്റൻസില് വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒരു ING വാക്കാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. അപ്പൊ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ജെറണ്ട് കണ്ടെത്താൻ പറയുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് നോക്കണം. നോക്കിയേ, താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കിയേ, ക്ലീനിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. കണ്ടല്ല, ക്ലീനിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ഇവിടെ ക്ലീനിങ് എന്ന് പറയുന്ന വാക്ക് ക്ലീനിങ് എന്ന് പറയുന്ന വാക്ക് എന്ത് വന്നിരിക്കുന്നു, സെന്റൻസിന്റെ തുടക്ക ഭാഗത്തിൽ വന്നിരിക്കുന്നു. ഒരു സബ്ജക്റ്റിന്റെ സ്ഥാനത്തല്ലേ ക്ലീനിങ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. സബ്ജക്റ്റിന്റെ ഭാഗത്ത് ING വാക്ക് വന്നുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. ഇനി നോക്കിയേ, ഷീ ലൈക്സ് ഡാൻസിങ്. അവിടെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ലൈക്സ് എന്ന് പറയുന്നത് വെർബ് ആണ്, അതേപോലെ ഡാൻസിങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ മനസ്സിലായി? വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റുകള്, അതൊരു ING വാക്കായതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എങ്ങനെ പറഞ്ഞു? ഒന്നാമത്തെ മെത്തേഡ് ജെറണ്ട് കണ്ടെത്താനുള്ള ആദ്യത്തെ രീതിയാണ് ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. ഒരു സെന്റൻസില് സബ്ജക്റ്റിന്റെയോ അല്ല എങ്കിൽ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ജെറണ്ട് എന്ന് പറയാം. എങ്ങനെ സബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കാം? സെന്റൻസിന്റെ തുടക്കത്തിലാണ് ING വാക്ക് വരുന്നെങ്കിൽ അത് സബ്ജക്റ്റിന്റെ സ്ഥാനം, എങ്കിൽ അതിനെ ജെറണ്ട് എന്ന് വിളിക്കാം. ഒരു സെന്റൻസില് വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒരു ING വാക്കാണെങ്കിലും അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജെറണ്ട് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ, ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, തന്നിരിക്കുന്ന സെന്റൻസിൽ ജെറണ്ട് കണ്ടെത്താനുള്ള രണ്ടാമത്തെ ഒരു രീതിയാണ് പൊസസീവ് അഡ്ജക്റ്റീവ് പ്ലസ് ജെറണ്ട്. എന്ന് പഠിക്കാം, പൊസസീവ് അഡ്ജക്റ്റീവ് പ്ലസ് ജെറണ്ട്. അപ്പൊ എന്താണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോണം, ഏതൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദേർ. ഏതൊക്കെയാണ് കുട്ടികളെ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദേർ. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസില് ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞിട്ടാണ്
INGയിലെ വാക്ക് കിടക്കുന്നതെങ്കിൽ ആ INGയിലെ വാക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? gerund എന്ന് വിളിക്കാം. ഒരു സെന്റൻസില് എന്തെന്ന് പറഞ്ഞു? INGയിലെ വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ എന്തുണ്ടാന്ന് നോക്കണം? പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടാന്ന് നോക്കണം. പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, their. ഇത്തരത്തിലുള്ള വാക്കുകൾ കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തായിട്ട് ഒരു INGയിലെ വാക്ക് വന്നിരിക്കുന്നതെങ്കിൽ ആ INGയിലെ വാക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? gerund എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ. I enjoyed her dancing. കണ്ടല്ലോ, ഇവിടെ ഡാൻസിങ് എന്ന വാക്ക് INGയിലെ ഒരു വാക്കാണ്. ഇത് gerund ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന്റെ മുന്നിൽ കിടക്കുന്ന വാക്ക് നോക്കിയാണ്. അവിടെ her എന്ന് പറയുന്ന വാക്കാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഈ her എന്ന് പറയുന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡാൻസിങ് നമുക്ക് എന്തെന്ന് വിളിക്കാം? gerund എന്ന് വിളിക്കാം. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസില് എന്ത് ചെയ്യുന്നു? പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന വാക്കുകൾ കഴിഞ്ഞിട്ടാണ് INGയിലെ വാക്ക് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? gerund എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് രീതികളാണ് gerund കണ്ടെത്തേണ്ടത്. ഒന്നാമത്തത് സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് INGയിലെ വാക്ക് വന്നാൽ gerund. രണ്ടാമത്തെ മെത്തേഡ് എന്തെന്ന് പറഞ്ഞു? പൊസസീവ് അഡ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ടാണ് INGയിലെ വാക്ക് വരുന്നതെങ്കിൽ അതിനെയും gerund എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് ചെയ്യുന്നു? gerund ഫില്ലപ്പ് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്ന വിധങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? gerund എവിടെയൊക്കെ നമുക്ക് gerund ഉപയോഗിക്കാം? ഡാഷ് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരമായിട്ട് എഴുതാം? അതിൽ നമ്മളൊരു 10-12 റൂള് പഠിക്കുന്നു. എന്ത് ചെയ്യുന്നു? എല്ലാം കുറെ വാക്കുകൾ കാണാതെ പഠിക്കാനുള്ളതാണ്. ഒന്നാമത്തെ റൂള് പഠിക്കുക. റൂൾ നമ്പർ ഫസ്റ്റ് ആണ് E ക്യൂബ് പ്ലസ് ING. എന്നൊന്ന് പഠിക്കാൻ നിങ്ങൾ E ക്യൂബ് എന്ന് എഴുതിക്കോണേ. E ക്യൂബ് പ്ലസ് ING. എന്തെന്ന് പഠിച്ചു? E ക്യൂബ് പ്ലസ് ING. കുട്ടികളെ, E ക്യൂബിൽ വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ് ചോദിച്ചാ? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. ഏതൊക്കെയാണ്? എക്സ്ക്യൂസ്, എൻജോയ്, എസ്കേപ്പ്. ഒന്നും കൂടെ പറ. എക്സ്ക്യൂസ്, എൻജോയ്, എസ്കേപ്പ്. ഈ 3 വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാഷിൽ നമ്മൾ എന്ത് ഉത്തരമായിട്ട് എഴുതുക? ING ഉത്തരമായിട്ട് എഴുതുക. ഈ വാക്കുകളുടെ ഏതൊക്കെ വരാം? V1 രൂപം വരാം, അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന രൂപങ്ങൾ വരാം, അല്ല എങ്കിൽ V2 രൂപങ്ങളും വരാം. ഏതൊക്കെയാണ് ആ 3 വാക്കുകള് E ക്യൂബിൽ വരുന്ന? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് പ്ലസ് ING. ഒന്നാമത്തെ റൂളാണ് എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് പ്ലസ് ING. അപ്പം നിങ്ങൾ എങ്ങനെ പഠിക്കാം? E ക്യൂബ് പ്ലസ് ING. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാക്കുകളുടെ ഇപ്പൊ എൻജോയ് വരാം, എൻജോയ്സ് വരാം, എൻജോയ്ഡ് വരാം, എക്സ്ക്യൂസ് വരാം, എക്സ്ക്യൂസസ് വരാം, എക്സ്ക്യൂസ്ഡ് വരാം, എക്സ്കേപ്പ് വരാം, എക്സ്കേപ്സ് വരാം, എക്സ്കേപ്ഡ് വരാം. അപ്പൊ ഈ വാക്കുകളുടെ V1 എസ്സിൽ അവസാനിക്കുന്ന രൂപങ്ങളോ V2 രൂപങ്ങളോ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉത്തരം എന്തായിരിക്കും? ING ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഹി എൻജോയ്ഡ് ദി റീഡിംഗ് നോവൽ. കണ്ടല്ല, അവിടെ എൻജോയ്ഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? ING. റീഡിംഗ് എന്ന് പറയുന്നത് ING. അതൊരു gerund ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ E ക്യൂബ് പ്ലസ് ING. E ക്യൂബിൽ വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാ? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. ക്ലിയർ ആണല്ലോ ഒന്നാമത്തെ റൂള്? അടുത്ത നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ റൂളാണ്. രണ്ടാമത്തെ റൂള് നോക്കിയേ. എന്ത് ചെയ്യുന്നു? 3 വാക്കുകളാണ് കാണാൻ പഠിക്കേണ്ടത്. കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. ഏതൊക്കെ വാക്കുകളാണ്? കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. ഏതൊക്കെ വാക്കുകൾ ഒന്നും കൂടെ പറഞ്ഞേ. കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. മൈൻഡ് വരുന്ന 3 വാക്കുകൾ. ഈ 3 വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം എന്തായിരിക്കണം? ING ഉത്തരമായിട്ട് വരുന്നു. കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് പ്ലസ് ING. ഓക്കെ, നോക്കിയേ, ചോദ്യം നോക്കിയേ. കുഡ് യു മൈൻഡ് ഡാഷ് ദ ന്യൂസ് പേപ്പർ ടു മീ. കുഡ് യു മൈൻഡ് ഡാഷ് ദ ന്യൂസ് പേപ്പർ ടു മീ. അവിടെ നോക്കിയേ, കുഡ് യു മൈൻഡ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഡാഷ് കിടക്കുന്നു. ഓപ്ഷനിലായിട്ട് പാസ് ഉണ്ട്, ടു പാസിംഗ് ഉണ്ട്, പാസ്ഡ് ഉണ്ട്, പാസിംഗ് ഉണ്ട്. ഏതുണ്ട്? പാസിംഗ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ടു ഒന്നും ചേർക്കണ്ട. ടു ചേർക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പൊ മൈൻഡ് വരുന്ന 3 വാക്കുകൾ ഏതൊക്കെ? കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ING ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണല്ലോ? 2 റൂള്. അടുത്ത മൂന്നാമത്തെ റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിച്ചു വയ്ക്കുക. മൂന്നാമത്തെ റൂള്
എന്ത് ചെയ്യും? നോക്കിയേ, ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് രണ്ടാമത്തെ വാക്ക്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, മൂന്നാമത്തെ വാക്ക് ഇറ്റ് ഈസ് നോട്ട് വർത്ത്, നാലാമത്തെ വാക്ക് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, അഞ്ചാമത്തെ വാക്ക് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. 5 പ്രയോഗങ്ങൾ കുട്ടികളെ പഠിച്ചിരിക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ എടുത്തു നോക്കിയ ഒരു ലോട്ടറി ടിക്കറ്റ്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയും. അപ്പൊ കഥ ഓർമ്മയിലിരുന്നാൽ മതി. അപ്പൊ ലോട്ടറി എന്ന് പറയുന്നത് ഉപയോഗമില്ലാത്തതാണ്. ഒന്നാമത് എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നില്ല. ലോട്ടറി എടുക്കുന്നത് നല്ല ശീലമല്ല. നമുക്ക് ലോട്ടറി എടുക്കുന്നത് നല്ല ശീലമില്ല. എന്ത് ചെയ്യുന്നുണ്ടോ, ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ പൈസ നമ്മളിൽ നിന്ന് പോകും, നമ്മളിൽ നിന്ന് പൈസ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അതുപോലെ തന്നെ ലോട്ടറി നോക്കിക്കൊണ്ടിരുന്ന സമയം പോകും. ഓർമ്മയിലിരിക്കുമല്ലോ, ലോട്ടറി ഉപയോഗമില്ലാത്തതാണ്, നല്ലതല്ലാത്തതാണ്, സമയനഷ്ടമാണ്, പൈസ നഷ്ടമാണ്. ഇതിലേക്ക് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കിയാൽ മതി. എന്തേ, ഉപയോഗമില്ല, നോ യൂസ്, നല്ലതല്ല, നോട്ട് ഗുഡ്, നോട്ട് വർത്ത് എന്ന് പറഞ്ഞാൽ മൂല്യമില്ലാത്തതാണ് എന്ന അർത്ഥത്തിൽ പറയും. വേസ്റ്റ് ഓഫ് ടൈം, എന്ത് ചെയ്യും, സമയനഷ്ടം. വേസ്റ്റ് ഓഫ് മണി, എന്ത് ചെയ്യുന്നുണ്ട്, പൈസ നഷ്ടം. അപ്പൊ ഏതൊക്കെ വാക്കുകള്, 5 വാക്കുകളെന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് എന്ന് പറയുന്ന ലോട്ടറി എന്ന് ഓർമ്മയിലിരുന്നത്. ഇറ്റ് ഈസ് ഓഫ് നോട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, മൂന്നാമത്തെ വാക്ക് ഏത്, ഇറ്റ് ഈസ് നോട്ട് വർത്ത്, നാലാമത്തത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, അഞ്ചാമത്തത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. ഈ 5 അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം, ing ആയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് വാക്കുകള്, ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് വർത്ത്, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. ഈ 5 പ്രയോഗങ്ങൾ കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കും, ing ഉത്തരമായിട്ട് വരും. മറക്കൂലല്ലോ. അപ്പൊ ലോട്ടറിയുമായി ബന്ധപ്പെട്ട വാക്കുകളെന്ന് ഓർമ്മയിലിരുന്നാൽ മതി. ഇത് ഉപയോഗമില്ല, നല്ലതല്ല, അതുപോലെ തന്നെ സമയനഷ്ടം, പൈസ നഷ്ടം. ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ഡാഷ് വിത്ത് ഹിം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ഡാഷ് വിത്ത് ഹിം. കണ്ടല്ലോ, തന്നിരിക്കുന്നതില് വേസ്റ്റ് ഓഫ് ടൈം കണ്ട, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. വേസ്റ്റ് ഓഫ് ടൈം കഴിഞ്ഞ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു, ing. ആർഗ്യൂ ഓപ്ഷനിലുണ്ട്, ആർഗ്യൂയിങ് ഉണ്ട്, ടു ആർഗ്യൂയിങ് ഉണ്ട്, ടു ആർഗ്യൂ ഉണ്ട്. ഏത് വരുന്നു, ടു ചേർന്ന് ing വല്ലതും പറഞ്ഞിട്ടുണ്ടോ, നമ്മള് പഠിച്ചിട്ടില്ല. നമ്മൾക്ക് ing ആണ് വേണ്ടത്. ആർഗ്യൂയിങ് ഉത്തരമായിട്ട് വരുന്നു. എന്ത് ചെയ്യും, ആർഗ്യൂയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു ഇവിടെ, അപ്പൊ 5 വാക്കുകൾ ഏതൊക്കെയായിരുന്നു, ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി, പ്ലസ് ing. അടുത്ത റൂൾ നോക്കിയേ. കുട്ടികളെ, കുറച്ച് വാക്കുകളും അതിന്റെ ഓപ്പോസിറ്റുമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കാം, നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. ലൈക്ക് ഓപ്പോസിറ്റ് ഏതാണ്, ഡിസ്ലൈക്ക്. സ്റ്റാർട്ട് ആണെങ്കിലോ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. ലവ് ആണെങ്കിലോ ഹെയ്റ്റ്, കീപ്പ് ആണെങ്കിൽ അവോയ്ഡ്. അപ്പൊ സിമ്പിൾ വാക്കുകൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. ലൈക്കിന്റെ ഓപ്പോസിറ്റ് ഡിസ്ലൈക്ക്, സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, ലവ് ആണെങ്കിൽ ഹെയ്റ്റ്, കീപ്പ് ആണെങ്കിൽ അവോയ്ഡ്. ഒരു തവണയും കൂടെ പറഞ്ഞേ, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്. എന്ത് ചെയ്യുന്നു കുട്ടികളെ, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷും കൂടെ പറയാമേ. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷും കൂടെ പഠിച്ചു വയ്ക്കുക. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. എന്ത് ചെയ്യും, സ്റ്റാർട്ട്, സ്റ്റോപ്പ് ഓർ ഫിനിഷ്. ലവ് ആണെങ്കിൽ ഹെയ്റ്റ്, പിന്നെ അതേപോലെ കീപ്പ് ആണെങ്കിൽ അവോയ്ഡ്. കുട്ടികളെ, ഈ വാക്ക് ഏത് കഴിഞ്ഞിട്ടും ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം, ing ഉത്തരമായിട്ട് വരുന്നു. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് ഉത്തരം വരുന്നു, ing ഉത്തരമായിട്ട് വരുന്നു. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എപ്പോഴും ഉത്തരം ഏത് വരുന്നു, ing അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓർമ്മയിലിരിക്കുക ഏതൊക്കെയാണ് വാക്കുകള്, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ് എന്ന് പറഞ്ഞേ. സ്റ്റോപ്പ് അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞു, ഫിനിഷ് എന്നും കൂടെ ഓർക്കുക. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു പഠിച്ചു, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ടും ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം, ing ഉത്തരമായിട്ട് വരും. നോക്കി ഇവിടെ നമുക്ക് ഈ വാക്കുകളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാക്കുകളുടെയും V1 അതേപോലെ എസിൽ അവസാനിക്കുന്ന രൂപങ്ങള്, അതുപോലെ എന്ത് ചെയ്യുന്നു V2 രൂപങ്ങൾ. ഏതൊക്കെ രൂപങ്ങള്, V1 അതുപോലെ എസിൽ അവസാനിക്കുന്ന രൂപങ്ങള്, അതുപോലെ V2 രൂപങ്ങള്. ഇവ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം, ing ആയിരിക്കണം. തുടർന്ന് വരുന്ന വെർബ് ing. ഏതൊക്കെ രൂപങ്ങള്, V1 രൂപം വരാം, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ എസിൽ അവസാനിക്കുന്ന രൂപങ്ങൾ വരാം, അതുപോലെ എന്ത് ചെയ്യുന്നു V2 രൂപങ്ങള്
വരാം. ഈ രൂപങ്ങൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് ing ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യം നോക്കിയേ. they disliked girls dash off in public. they disliked girls dash off in public. ഓക്കെ, അതില് ഡിസ്ലൈക്ക് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ദി ഷോ ഓപ്ഷനിലുണ്ട്, ടു ഷോ ഓപ്ഷനിലുണ്ട്, ഷോയിങ് ഉണ്ട്, ടു ഷോയിങ് ഉണ്ട്. അപ്പൊ ടു ഷോയിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, വെറും ing ആണ് പറഞ്ഞിരിക്കുന്നത്. വെറും ing ആയിട്ട് വരുന്നത് ഷോയിങ് അവിടെ ഉത്തരമായിട്ട് വരും. അപ്പൊ ആ ഓപ്പോസിറ്റ് വാക്കുകൾ ഏതൊക്കെയാണ് പഠിച്ചത്? ലൈക്ക്, ഈ വാക്കിന്റെ ഏത് വാക്കും ലൈക്ക് വരാം, ഡിസ്ലൈക്ക് വരാം, സ്റ്റാർട്ട് വരാം, സ്റ്റോപ്പ് വരാം, ലവ്, ഹേറ്റ്. ആ വാക്കുകൾ പഠിക്കാനാണ് ഞാൻ ഓപ്പോസിറ്റ് ഇട്ട് പറഞ്ഞു തന്നത്. എന്ത് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി. ലവ് വരാം, അല്ലെങ്കിൽ ഹേറ്റ് വരാം, കീപ്പ് വരാം, അല്ലെങ്കിൽ അവോയ്ഡ് വരാം. ഈ വാക്കുകളുടെ ഏത് കഴിഞ്ഞാൽ ഫിനിഷും ഉണ്ട് കേട്ടോ. കീപ്പ് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, ഓർമ്മയിൽ ഇരിക്കുക. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, അതും കൂടെ ഉണ്ട്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും എന്ത് ഉത്തരം? ing ഉത്തരമായിട്ട് വരും. മറക്കൂലല്ലോ. അടുത്ത റൂളിലേക്ക് പോവാം. നോക്കിയേ, കാണ്ട്. കാണ്ട് വരുന്ന 3 വാക്കുകളാണ് പഠിക്കേണ്ടത്. കാൺ ബെയർ, കാൺ സ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. വാക്കുകളൊന്ന് പറഞ്ഞേ. കാൺ ബെയർ, കാൺ സ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. കുട്ടികളെ ഈ 3 വാക്കുകൾ കഴിഞ്ഞാലും ഉത്തരം എന്തായിരിക്കണം? ing ഉത്തരമായിട്ട് വരും. ഏതൊക്കെയാണ് വാക്കുകള്? കാൺ ബെയർ, കാൺ സ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? ing ആയിരിക്കണം. ഓക്കെ, നോക്കിയേ ചോദ്യം നോക്കിയേ. ഐ കാൺ സ്റ്റാൻഡ് ടോംസ് ഡാഷ് ജർമ്മൻ. ഐ കാൺ സ്റ്റാൻഡ് ടോംസ് ഡാഷ് ജർമ്മൻ. സ്പീക്ക് ഓപ്ഷനിലുണ്ട്, സ്പോക്ക് ഓപ്ഷനിലുണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, നൺ ഉണ്ട്. ഏത് ഉത്തരം വരുന്നൂടെ? അപ്പൊ നമുക്ക് കാൺസ്റ്റാൻഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കാൺസ്റ്റാൻഡ് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ing. അതുകൊണ്ട് സ്പീക്കിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ കാണ്ട് വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയായിരുന്നു? കാൺബെയർ, കാൺസ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. നമ്മൾ ആദ്യം പഠിച്ച വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ റൂള് ഇ ക്യൂബ് പ്ലസ് ing. ഇ ക്യൂബിൽ വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. രണ്ടാമത് പഠിച്ചത് മൈൻഡ് വരുന്ന 3 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. ഇനി അടുത്ത മൂന്നാമത് പഠിച്ചത് എന്ത് ചെയ്യുന്നു? ഏത് വാക്കുകൾ പഠിച്ചു? മൂന്നാമത് പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോട്ടറിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പഠിച്ചു. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് വർത്ത്, എന്താണ്? ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. നാലാമത് പഠിച്ചത് ഓപ്പോസിറ്റ് വാക്കുകൾ പഠിച്ചു. ലവ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? ഹേറ്റ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, അതേപോലെ ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക്, കീപ്പ് ആണെങ്കിൽ അവോയ്ഡ്. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ ing ആണെന്ന് പറഞ്ഞു. കാണ്ട് വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയായിരുന്നു? കാൺബെയർ, കാൺസ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. കഴിഞ്ഞാൽ ഉത്തരം ing. അടുത്ത റൂൾ നോക്കിയേ. യൂസ്ഡ് ടു. ഈ യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു മൊഡാൽ ഓക്സിലറി വെർബ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂസ്ഡ് ടു വളരെ അല്ലെങ്കിൽ പ്രാധാന്യമുള്ളത് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റൂൾ ഏതാണ്? യൂസ്ഡ് ടു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോണം. യൂസ്ഡ് ടു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. എന്ത് പഠിക്കുക? യൂസ്ഡ് ടു പ്ലസ് വെർബ് V1. എപ്പോഴും ഓർമ്മയിലിരിക്കുക. യൂസ്ഡ് ടു കഴിഞ്ഞാൽ വെർബ് V1 ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ ഏതായിരുന്നു? മൊഡാൽ ഓക്സിലറി വെർബ്. മൊഡാൽ ഓക്സിലറി വെർബ് ഏത് കഴിഞ്ഞാലും വെർബ് V1 ആണ്. മൊഡാൽ ഓക്സിലറി ആണെങ്കിൽ ഏതൊക്കെയാണ്? വില്ല് മുതൽ ഏത് വരെ വരുന്നു? ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേരാണ് മൊഡാൽ ഓക്സിലറി വെർബ്. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേരാണ് മൊഡാൽ ഓക്സിലറി. ഇത് ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കും. ഓർമ്മയിലിരിക്കണം. ഓക്കെ, എന്നാൽ ഈ യൂസ്ഡ് ടുവിന് മാത്രമായിട്ട് ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു യൂസ്ഡ് ടു കഴിഞ്ഞാൽ വെർബ് V1 ആണ് വരുന്നതെന്ന് പറഞ്ഞു ഇല്ലേ? എന്നാൽ ഈ യൂസ്ഡ് ടുവിന് മാത്രമായിട്ടൊരു പ്രത്യേകത. എന്താണ് ആ പ്രത്യേകത? ഈ യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഏതൊക്കെ ഓക്സിലറീസ് വരാം? ഈസ്, ആം, ആറ്, അതുപോലെ വാസ്, വേറ്, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ്. വാക്കുകളൊന്ന് പഠിച്ചേ. ഈസ്, ആം, ആറ്, വാസ്, വേറ്, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് യൂസ്ഡ് ടുവിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ V1 എഴുതാൻ പാടില്ല. എന്ത് എഴുതി കൊടുക്കുക? ing ഉത്തരമായിട്ട് എഴുതാം. എന്ത് പറഞ്ഞു നമ്മള്? അപ്പൊ യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഈസ്, ആം, ആർ, വാസ്, വേറ്, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ് ഇത് കഴിഞ്ഞിട്ടാണ് യൂസ്ഡ് ടു വരുന്നെങ്കിൽ വെർബ് ing എഴുതുക, അല്ലെങ്കിൽ ജെറണ്ട് എഴുതാം. എന്നാ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട്
എന്ത് ചെയ്യുന്നു, ഈ വാക്കുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ, മുന്നിലായിട്ട് ഈ വാക്കുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് V1 ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെ പഠിക്കുക. നിങ്ങൾ യൂസ്ഡ് ടു പ്ലസ് V1, യൂസ്ഡ് ടു മുന്നില് ഇത്തരത്തിലുള്ള ആ വാക്കുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ing. നോക്കിയേ, ചോദ്യം നോക്കിയേ. I get used to dash in busy street. I get used to dash in busy street. നോക്കിയാണ്, ഇവിടെ used to എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു, അതിന്റെ മുന്നിലായിട്ട് get എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വന്നിരിക്കുന്നു. നമ്മൾ get എവിടെ പഠിച്ചു? കിടക്കുന്നുണ്ടാ, get പഠിച്ചു. അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കണം? ing ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് ഡ്രൈവിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഡ്രൈവ് ഉണ്ട്, ടു ഡ്രൈവ് ഉണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്. അപ്പൊ യൂസ്ഡ് ടു ന് മുന്നിലായിട്ട് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ്, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഓക്സിലറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് യൂസ്ഡ് ടു കിടക്കുന്നതെങ്കിൽ ഉത്തരം ing. വെറും യൂസ്ഡ് ടു മാത്രമാണ് വരുന്നതെങ്കിൽ ഉത്തരം V1 ആണ്. നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നെങ്കിൽ I used to dash in busy street എന്നാണ് കിടക്കുന്നെങ്കിൽ I used to dash in busy street, I used to drive in busy street ആയിട്ട് ഉത്തരം വരുന്നു. അടുത്ത റൂൾ നോക്കിയേ, ഏഴാമത്തതാണ്. 2-3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ടത് മാത്രമേ പറയൂ, 2-3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ ഉത്തരം ing ആയിരിക്കും. ഏതൊക്കെയാണ്? ഒന്ന് ഗിവ് അപ്പ്, രണ്ടാമത്തെ സെറ്റ് അബൌട്ട്, മൂന്നാമത്തെ പുട്ട് ഓഫ്. 3 ഫ്രൈസൽ വെർബുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഗിവ് അപ്പ്, സെറ്റ് അബൌട്ട്, പുട്ട് ഓഫ്. ഈ 3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ, ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? ing ആയിരിക്കണം. ഉത്തരം എപ്പോഴും ing ആയിരിക്കണം. ഏതൊക്കെയാണ് 3 ഫ്രൈസൽ വെർബുകൾ? ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ് പ്ലസ് ing. മറക്കരുത്, പ്രധാനപ്പെട്ടതാണ്. ഗിവ് അപ്പ്, പ്രീവിയസ് ചോദ്യം ഉണ്ട് ഇതില്, ഗിവ് അപ്പ്, അതുപോലെ സെറ്റ് എബൌട്ട്, അതുപോലെ പുട്ട് ഓഫ് പ്ലസ് ing. നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ചോദ്യം. ഹി വാസ് ഗിവ് അപ്പ് ഡാഷ് ക്രിക്കറ്റ്. ഹി വാസ് ഗിവ് അപ്പ് ഡാഷ് ക്രിക്കറ്റ്. കണ്ടല്ല, ഗിവ് അപ്പ് കഴിഞ്ഞിട്ട് ing ആണ്. നമുക്ക് ബ്രാക്കറ്റിൽ പ്ലേ എന്ന വെർബ് മാത്രം തന്നിരിക്കുന്നു. ഇതിന്റെ ഉചിതമായ രൂപം എടുത്തെഴുതാനാണ്, ഉത്തരമായിട്ട് എഴുതാനാണ്. പ്ലേ എന്തായിട്ട് മാറുന്നു കുട്ടികളെ? അവിടെ ഉത്തരമായിട്ട് പ്ലേയിങ് വരുന്നു. എന്ത് വരുന്നു? പ്ലേയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഏതൊക്കെയായിരുന്നു 3 വാക്കുകള്? ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ്. ഈ 3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? ing ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത റൂളിലേക്ക് പോവാം. നോക്കിയേ, ഇനി വരുന്ന പ്രത്യേകത വളരെ നല്ല ചോദ്യങ്ങളാണ്. ഇനി വരുന്നതിന്റെ പ്രത്യേകത ഓർമ്മയിലിരിക്കാം. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട്, എന്ത് കഴിഞ്ഞിട്ട്? പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? ing വരുന്ന വാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പ്രിപ്പോസിഷൻ പ്ലസ് ജെറണ്ട് വരുന്ന വാക്കുകളാണ് പഠിക്കുന്നത്. അപ്പൊ ഹെഡിങ് ഇങ്ങനെ എഴുതുക, പ്രിപ്പോസിഷൻ പ്ലസ് ജെറണ്ട്. അപ്പൊ എന്താണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇന്ന്, ഓഫ്, അറ്റ്, വിത്ത്, സിൻസ്, ഫോർ, പിന്നെ അതേപോലെ തന്നെ ഫ്രം, ടു, ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. സെന്റൻസുകളിൽ പൂർണ്ണത, അർത്ഥപൂർണ്ണത നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പ്രിപ്പോസിഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ing വരുന്ന വാക്കുകൾ എല്ലാം ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട റൂളുകളാണ്. നോക്കിയേ, ഒന്നാമത്തത് വിത്ത് എ വ്യൂ, വാക്കുകൾ പഠിച്ചേ. വിത്ത് എ വ്യൂ. അതുപോലെ രണ്ടാമത്തെ വാക്ക് ലുക്ക് ഫോർവേഡ്, മൂന്നാമത്തത് ഒബ്ജക്റ്റഡ്, നാലാമത്തത് അഡിക്റ്റഡ്, അഞ്ചാമത്തത് അക്യുസ്റ്റോംഡ്, ആറാമത്തത് ഡെഡിക്കേറ്റഡ്, ഏഴാമത്തത് കമ്മിറ്റഡ്. വാക്കുകളൊന്ന് പറഞ്ഞേ. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഒന്നും കൂടെ പറഞ്ഞേ. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. കുട്ടികളെ, ഈ വാക്ക് ഏത് കഴിഞ്ഞാലും ഉത്തരം എപ്പോഴും എന്തായിരിക്കും? 2 + ing ആയിരിക്കും. ഉത്തരം എപ്പോഴും 2 + ing. നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ പഠിക്കാം നമുക്ക്. ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ടു ആണ്. അതും കൂടെ പഠിച്ചു വെക്കാം. ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു എന്ന പ്രിപ്പോസിഷൻ ചേർക്കാം. അപ്പൊ 2 + ing വരുന്ന വാക്കുകളൊന്ന് പറഞ്ഞു നോക്കിയേ. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ ഉത്തരം എന്ത് വരണം? 2 + ing ഉത്തരമായിട്ട് വരും. ഒരു ചോദ്യം നോക്കിയേ. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഹിം സൂൺ. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഹിം സൂൺ. നമുക്ക് ലുക്ക് ഫോർവേഡ് വന്നിട്ടുണ്ട്, ടു അവിടെ തന്നിട്ടുണ്ട്. നമ്മളപ്പോ എന്ത് ചെയ്തേ? ടു ഓൾറെഡി തന്നിട്ടുണ്ട്, അവിടെ ചോദ്യം തന്നിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മൾ എന്തോ എഴുതിയാൽ മതി, ING എഴുതിയാൽ മതി. നോക്ക്, മീറ്റ് ഉണ്ട്, അതുപോലെ മെറ്റ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, ടു മീറ്റിംഗ് ഉണ്ട്, ടു മെറ്റ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നൂടെ? മീറ്റിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് പഠിച്ചു? ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഹിം സൂൺ. എന്തു അപ്പൊ വാക്കുകൾ ഏതൊക്കെയാണ്? നമ്മുടെ വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് വരണം? ടു പ്ലസ് ING ഉത്തരമായിട്ട് എഴുതണം. ഇപ്പൊ ചോദ്യത്തിൽ ടു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ING മാത്രം എഴുതിയാൽ മതി. ഇനി ലുക്ക് ഫോർവേഡ് എന്ന് മാത്രം തരികയാണെങ്കിൽ ടു പ്ലസ് ING എന്ന് ഓപ്ഷൻ എഴുതണം. ഓർമ്മയില് ഇരിക്കുക, മറക്കരുത്. അടുത്ത നോക്കിയേ, അടുത്തതാണ് എന്ത് ചെയ്യുന്നോടെ? ഫ്രം പ്ലസ് ING വരുന്ന വാക്കുകളാണ് പഠിക്കുന്നത് കേട്ടാ. എന്ത് വരുന്ന വാക്കുകള്? ഫ്രം പ്ലസ് ING വരുന്ന വാക്കുകളാണ്. പഠിച്ചോണം. റിഫ്രൈൻ, മൂന്ന് വാക്കുകൾ. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്, എല്ലാം തടസ്സം പിടിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കുകളാണ്. ഏതൊക്കെയാണ്? റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. ഒന്നും കൂടെ പഠിച്ചേ. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. ഇവിടെ ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞാൽ ഫ്രം പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞാൽ ഏത് ഉത്തരം വരുന്നു? ഫ്രം പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. നിങ്ങൾക്ക് ഒരു മാർക്കും കൂടെ വാങ്ങിക്കാം. എങ്ങനെ? ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ഫ്രം ആയിരിക്കും. അതും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. റിഫ്രൈൻ ഫ്രം, പ്രൊഹിബിറ്റഡ് ഫ്രം, പ്രിവെന്റഡ് ഫ്രം പ്ലസ് ING. ഓക്കെ, നോക്കിയേ ചോദ്യം നോക്കിയേ. പ്ലീസ് റിഫ്രൈൻ ഫ്രം ഡാഷ് ഹിയർ. പ്ലീസ് റിഫ്രൈൻ ഫ്രം ഡാഷ് ഹിയർ. ഇവിടെ ഓപ്ഷനിൽ ബ്രാക്കറ്റിൽ ഈറ്റ് എന്ന വെർബ് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് റിഫ്രൈൻ എന്ന് വന്നിട്ടുണ്ട്, ഫ്രം നമ്മുടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് മാത്രം ING. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഈറ്റിംഗ് ഉത്തരമായിട്ട് വരുന്നു. ഈറ്റിംഗ് ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഏതൊക്കെയായിരുന്നു? റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. എന്ത് ചെയ്യുന്നു? ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞാൽ ഫ്രം പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ ഈറ്റ് ആണ് തന്നിരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റിഫ്രൈൻ ഫ്രം ഉള്ളത് കൊണ്ട് ഈറ്റിംഗ് എന്ന് എഴുതി. അടുത്ത നോക്കിയേ. യു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡാഷ് ഹിയർ. നോക്കിയേ, അവിടെ പ്രൊഹിബിറ്റഡ് തന്നിട്ടുണ്ട്, വാക്ക് വന്നിട്ടുണ്ട്. ഫ്രം അവിടെ തന്നിട്ടുണ്ട്, നമ്മൾ ING മാത്രം എഴുതിയ. സിംഗ് ആണ് വെർബായിട്ട് ബ്രാക്കറ്റ് തന്നിരിക്കുന്നത്. അതിന്റെ ING രൂപം ഏതാണ്? സിംഗിങ് ഉത്തരമായിട്ട് വരുന്നു. സിംഗിങ് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഏതൊക്കെയായിരുന്നു ഫ്രം പ്ലസ് ING വരുന്ന വാക്കുകൾ? ഏതൊക്കെ? റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. അടുത്ത റൂൾ നോക്കിയേ. അടുത്തതാണ് ഓൺ പ്ലസ് ING വരുന്ന വാക്കുകളാണ്. ഏതൊക്കെയാണ് ഓൺ പ്ലസ് ING വരുന്ന വാക്കുകളാണ് അടുത്ത് നമ്മള് പഠിക്കുന്നത്. പഠിച്ചോ. ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീൻ. മൂന്ന് വാക്കുകളേ ഉള്ളൂ. ഏതൊക്കെയാണ് വാക്കുകള്? ഇന്റന്റ്, രണ്ടാമത്തത് ഇൻസിസ്റ്റ്, മൂന്നാമത്തത് കീൻ. മൂന്ന് വാക്കുകൾ ഏതൊക്കെ? ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീൻ. ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞാൽ ഏത് വരുന്നു? ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഏതൊക്കെയാണ് ആ വാക്കുകള്? ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീൻ. അപ്പൊ പ്ലസ് ഓൺ പ്ലസ് ING. അപ്പൊ നമുക്ക് ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രിപ്പോസിഷന്റെ ടോപ്പിക്കിൽ ഈ ചോദ്യം വരാം. ഇപ്പൊ ഇന്റന്റ് കഴിഞ്ഞിട്ട് ഡാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ ഓൺ എഴുതുക. കീൻ കഴിഞ്ഞിട്ട് ഡാഷ് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഓൺ ചേർക്കുക. അപ്പൊ ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീൻ പ്ലസ് ഓൺ പ്ലസ് ING. നോക്കിയേ, ഒരു ചോദ്യം. He insisted on dash TV. നമുക്ക് വാച്ച് എന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇൻസിസ്റ്റഡ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഈ വെർബുകൾ നേരത്തെ പഠിച്ച വെർബുകൾ ഏത് വന്നാലും V1 വരാം, അതുപോലെ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം, അതുപോലെ V2 ഫോമിൽ വെർബുകൾ വരാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകളാണെങ്കിൽ ഇതുപോലെ തന്നെ V1 എസ്സിൽ അത് സബ്ജക്റ്റിനനുസരിച്ചാണ് ആ വാക്കുകൾ അങ്ങനെ വരുന്നത്. വെർബ് V1 ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. വെർബ് എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കണം. വെർബ് V2 ആണെങ്കിൽ പ്ലൂറലും വരാം, സിംഗുലാറും സിംഗുലാറും വരാം, പ്ലൂറലും വരാം. കാരണം വെർബ് V2ലെ വെർബുകളെല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. അപ്പൊ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീൻ. ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ഉത്തരം എഴുതണം? ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് എഴുതുക. ഓൺ പ്ലസ് ING. ഓക്കെ, ചോദ്യം എങ്ങനെയായിരുന്നു? ഹി ഇൻസിസ്റ്റ് അല്ലെങ്കിൽ ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് TV. നമുക്ക് വാച്ചാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഉത്തരം എന്ത് വരുന്നു കുട്ടികളെ? വാച്ചിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഉത്തരം എന്ത് വരുന്നു? വാച്ചിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് വാച്ചിങ് ഓപ്ഷനിലുണ്ട്. നമുക്ക് വാച്ച് ഉണ്ട്, വാച്ചിങ് ഉണ്ട്, ടു വാച്ച് ഉണ്ട്, വാച്ച്ഡ് ഉണ്ട്. നമുക്ക് ഉത്തരം ഏത് വരുന്നു? വാച്ചിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത റൂളിലേക്ക് പോവാം. അടുത്ത റൂൾ നോക്കിയേ.
കോൺഫിഡന്റ്, അതേപോലെ ഓഫ് പ്ലസ് ing വരുന്ന വാക്കുകളാണ് കേട്ടോ. ഓഫ് പ്ലസ് ing വരുന്ന വാക്കുകളാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലസ് ing വരുന്ന വാക്കുകൾ പഠിച്ചോ. കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ്, 3 വാക്കുകൾ പഠിച്ചേ. കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ്. കുട്ടികളെ ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഓഫ് പ്ലസ് ing ഉത്തരമായിട്ട് വരുന്നു. ഏതൊക്കെയാണ് ആ 3 വാക്കുകൾ? കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ് പ്ലസ് ഓഫ് പ്ലസ് ing. പഠിച്ചു വയ്ക്കാം. ഈ കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മവിശ്വാസം എന്നാണ് കേട്ടോ. ആത്മവിശ്വാസം ചെയ്യുന്നൂടെ കോൺഫിഡന്റ്. ടൈഡ്, ഫോണ്ട് പ്ലസ് ഓഫ് പ്ലസ് ing. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ജെറണ്ടിന്റെ ടോപ്പിക് ആണെങ്കിൽ കഴിഞ്ഞ ing കൂടെ എഴുതണം. നോക്കിയേ ചോദ്യം. ഹി ഈസ് കോൺഫിഡന്റ് ഓഫ് ഡാഷ് ദ ഗെയിം. താഴെ വിന്നിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വിൻ ഉണ്ട്, വോൺ ഉണ്ട്, ടു വിന്നിംഗ് ഉണ്ട്. പഠിച്ചു നോക്കി, പറഞ്ഞു നോക്കിയേ. ഇപ്പൊ കോൺഫിഡന്റ് വന്നിട്ടുണ്ട്, ഓഫ് അവിടെ തന്നിട്ടുണ്ട്, നമ്മൾ ing ചെയ്തത് വിന്നിംഗ്. 2 പ്ലസ് ing ഒന്നും വരില്ല. അപ്പൊ കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ് ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് പറയുക? ഓഫ് പ്ലസ് ing. ചോദ്യത്തിൽ ഓഫ് ഉണ്ടെങ്കിൽ നമ്മൾ ing മാത്രം എടുത്തെഴുതുക. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, ലാസ്റ്റ് റൂൾ ആണ് 12ാമത്തെ റൂൾ. നോക്കിയേ, 2 വാക്കുകൾ പഠിക്കുക. സക്സസ്, അതുപോലെ ഇന്ററസ്റ്റഡ്. 2 വാക്കുകൾ ഏതൊക്കെയാ? സക്സസ്, ഇന്ററസ്റ്റഡ്. കുട്ടികളെ ഈ 2 വാക്കുകൾ കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ് കേട്ടോ. അപ്പൊ ഇൻ പ്ലസ് ing ഉത്തരമായിട്ട് വരുന്നു. ഏതൊക്കെയാണ് ആ വാക്കുകള്? സക്സസ്, ഇന്ററസ്റ്റഡ്. ഈ 2 വാക്കുകൾ കഴിഞ്ഞാൽ ഇൻ പ്ലസ് ing. സക്സസ് ഇന്ന്, ഇന്ററസ്റ്റഡ് ഇന്ന് പ്ലസ് ing. മറക്കൂലല്ലോ. നോക്കിയേ ചോദ്യം. ഹി ഈസ് ഇന്ററസ്റ്റഡ് ഇൻ ഡാഷ് ടിവി. ഹി ഈസ് ഇന്ററസ്റ്റഡ് ഇൻ ഡാഷ് ടിവി. നോക്ക് ഇന്ററസ്റ്റഡ് ഇൻ, നോക്ക് ഇന്ററസ്റ്റഡ് അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഇന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ing എഴുതിയാൽ മതി. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? വാച്ചിങ് ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞത് ഈ പ്രിപ്പോസിഷൻ പ്ലസ് ing വരുന്ന വാക്കുകൾ കുറച്ച് പ്രാധാന്യം ഉള്ളതാണ്. ഒന്ന് ഓർമ്മയിലിരിക്കുക. ഏതൊക്കെയായിരുന്നു വാക്കുകള്? ഒന്നാമത് 2 പ്ലസ് ing വരുന്ന വാക്കുകള് with a view, look forward, objected, addicted, accustomed, dedicated. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നൂടെ? ഡെഡിക്കേറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ ഏത് ചേർത്ത് പറയണമെന്ന് പറഞ്ഞു? 2 പ്ലസ് ing ചേർത്ത് പറയണം. ഇനി അതേപോലെ ഇൻ പ്ലസ് ing ആണെങ്കിൽ സക്സസ്, ഇന്ററസ്റ്റഡ് കഴിഞ്ഞാൽ ഇൻ പ്ലസ് ing. ഫ്രം പ്ലസ് ing ആണെങ്കിൽ റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ് പ്ലസ് ഫ്രം പ്ലസ് ing. അതുപോലെ ഓൺ പ്ലസ് ing ആണെങ്കിൽ ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീൻ പ്ലസ് ഓൺ പ്ലസ് ing. അതുപോലെ ഓഫ് പ്ലസ് ing ആണെങ്കിൽ കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ് പ്ലസ് ഓഫ് പ്ലസ് ing. ഇത്രയാണ് ജെറണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ജെറണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. ജെറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ing വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ജെറണ്ട്. അത് ഒരു നാമമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ജെറണ്ട് എന്ന് പറയുന്നത്. വെർബായിട്ട് ഉപയോഗിച്ചാൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. മറക്കൂലല്ലോ. അപ്പൊ ജെറണ്ട് കണ്ടെത്തുന്ന രീതി പറഞ്ഞു, അതുപോലെ ജെറണ്ട് ഫില്ലപ്പ് ചെയ്യുന്ന കുറെ വാക്കുകളും പഠിക്കുമല്ലോ. ഓക്കെ.